ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ചെങ്ങായിമാരെ, ഇത് വേറെ രൂപം. ഇത് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രതിനിധി സംഘത്തെ രാജ്യത്തിന്റെ ബഹുസ്വരതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ സൂഫി വഴിയിലുള്ള ആളുകളെ നേരിട്ട് ബന്ധപ്പെടാനും അവരിൽ നിന്ന് അവരുടെ അഭിപ്രായമാരായാനും വേണ്ടി വിട്ടതാ. നിങ്ങളെടുത്തൊക്കെ വിട്ടിട്ട് കാര്യമില്ല. നിങ്ങൾക്കെന്തേ? നിങ്ങളെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? മൊയ്ലിയമാരെ ഇസ്ലാം. മൊയ്ലിയമാരെ ഇസ്ലാം അതിങ്ങനെ കുടുസായ ഇസ്ലാമ, കട്ടികൂട്ടിയ ഇസ്ലാമ. സൂഫിയാക്കളെ ഇസ്ലാമോ? സൂഫിയാക്കൾ ഉണ്ടാക്കുന്നത് പൂവാണ്, പുഷ്പം, പൂവ്. ആ പൂവാണ് അവരുണ്ടാക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. മൊയ്ലിയാക്കന്മാരുണ്ടാക്കുന്നതോ വലിയ മതിൽക്കെട്ടുകളാണ്. നമ്മൾ മാത്രം മതി, ഞാനും എന്റെ കെട്ടിയോളും ഒരു തട്ടാനും, കുടുസായ ചിന്താഗതി. ഇതാണ് ഇപ്പൊ അവരെ വരവോടുകൂടി ഇവിടെ ഒന്നുകൂടി വ്യക്തമായത്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പൊ സൂഫിയാക്കളെ ഇസ്ലാം സൗന്ദര്യമുള്ള ഇസ്ലാം, മൊയ്ലിയാക്കന്മാരെ ഇസ്ലാമോ കുടുസായ ഇസ്ലാം, മതിൽക്കെട്ടുകൾ തീർക്കുന്ന ഇസ്ലാം. അല്ലാത്ത ഏതാളുകൾക്കും, സ്നേഹത്തിന്റെ ശത്രുക്കളല്ലാത്ത എല്ലാവർക്കും ആ കവാടം എന്നും മലർക്കെ തുറക്കപ്പെട്ടതാണ്. ആ മാർഗമാണ് സാവിയത്തു സൂഫിയ ഇന്നും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്താ അത്രയും വിശദീകരിച്ചതെന്നറിയോ? ഞാൻ നമ്മളെ പരിപാടി കഴിഞ്ഞു, നമ്മൾ ഔദ്യോഗികമായ പോസ്റ്റ് അത് പുറത്തു വന്നോടുകൂടി ഞാൻ പറഞ്ഞില്ലേ, ചില ആളുകളൊക്കെ അതങ്ങണ്ട് പ്രചരിപ്പിച്ചിട്ട് അവിടെ വന്നപ്പോ, സാവിയിൽ വന്നപ്പോ അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് വിനീതനായ എന്നോട് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ സംസാരിച്ചു. ആ സംസാരത്തിന്റെ കുറച്ചു ഭാഗം കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് എന്തേ അവിടെ പറഞ്ഞ വാക്ക്? ഇന്ത്യ രാജ്യത്തിന്റെ ബഹുസ്വരതയും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഏതൊക്കെ രാക്ഷസന്മാരുണ്ടോ അവരിൽ നിന്നൊക്കെ രാജ്യത്തെ രക്ഷപ്പെടുത്തി മുന്നോട്ടു പോകാൻ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുന്ന മോദിജിക്ക് കരുത്തു പകരണം. ഇതാ ഞാൻ പറഞ്ഞത്. ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ഇത് പറയാൻ, ആർജവത്തോടുകൂടി പറയാൻ, ആരെയും ഭയപ്പെടാതെ പറയാൻ ഞങ്ങൾക്ക് കഴിയും. എന്തുകൊണ്ട് കഴിയും? എന്തുകൊണ്ട് കഴിയും? ഞങ്ങൾ മൊയ്ലിയമാരെ ഇസ്ലാം സ്വീകരിച്ചവർ അല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കവിടെ ആരെയും ഭയപ്പെടേണ്ടതില്ല. ഞാൻ വളരെ വ്യക്തമായി ചോദിക്കുന്നു, കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ പ്രതിനിധി സംഘം കുരുവട്ടൂർ സാവിയത്തു സൂഫിയയിൽ വന്നപ്പോ അവർക്ക് വേണ്ടി ഞങ്ങൾ വേദിയൊരുക്കി അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നീക്കിക്കൊണ്ടിരിക്കുന്ന മശായിഖന്മാരുടെ വഴിയെ സൂഫിയാക്കളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് പരാമർശിച്ച് അതിനുശേഷം രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാനും ബഹുസ്വരത നിലനിർത്താനും ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ മോദിജിക്ക് കരുത്തു പകരണം എന്ന് ഞാൻ പറഞ്ഞ ആ വാക്ക് മതപരമായോ ഇന്ത്യ രാജ്യത്തിന്റെ നിയമപരമായോ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെന്ന് ഔദ്യോഗികമായി ഒരു പ്രസ്താവന ഇറക്കാൻ, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇറക്കാൻ, ഒരു പ്രസ്താവന ഇറക്കാൻ ആളായി പറന്ന AP സമസ്തക്കാരുണ്ടോ? ഇറക്കിങ്ങള്. ബാക്കി നമുക്ക് അപ്പൊ നോക്കാം. നിങ്ങൾ ആരോടാ കളി? എടോ, മതപരമായി
ഇന്ത്യ രാജ്യത്തിന്റെ നിയമങ്ങൾക്കനുസൃതമായി ഞങ്ങൾ പറഞ്ഞതിൽ എന്താ തെറ്റ്? തെളിയിക്കുക ആൺകുട്ടികളാണെങ്കിൽ, തെളിയിക്കട ആൺകുട്ടികളാണെങ്കിൽ. വഹാബിയേക്കാൾ, മൗദൂദിയേക്കാൾ, തബ്ലീഗിനേക്കാൾ, നിരീശ്വരവാദിയേക്കാൾ, യുക്തിവാദിയേക്കാൾ അതപ്പതിച്ച AP വിഭാഗമേ, നിങ്ങളെ കൂട്ടത്തിൽ സാവിയത്തു സൂഫിയുടെ നിലപാട് ചോദിക്കാൻ യോഗ്യനായ ഒരുത്തരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. നിങ്ങളാ ഞങ്ങളോട് നിലപാട് ചോദിക്കണേ. ആയതുകൊണ്ട് ആ പൂതിയൊക്കെ ഉണ്ട് മനസ്സിൽ വെച്ചേക്ക്. വളരെ കുറഞ്ഞ വാക്കുകൾ മാത്രം സംസാരിക്കേണ്ട സന്ദർഭമാണിത്. സമയം വൈകി പോയിരിക്കുന്നു. പരിപാടി അധികം നീളുന്നതിനു മുമ്പ് ജാഥാനായകൻ അഭിവന്ദനായ സയ്യിദ് മുത്തുക്കോയ തങ്ങൾ അവർകളടക്കമുള്ള പണ്ഡിതരുടെ സംസാരങ്ങളും വാക്കുകളും കേൾക്കുവാനാണ് നിങ്ങൾ ആകാംക്ഷാഭരിതരായിരിക്കുന്നത്. 100 വർഷത്തെ ചരിത്രത്തിലേക്ക് സമസ്ത തിരിഞ്ഞു നോക്കുന്ന നേരമാണ്. ആ 100 വർഷത്തെ ചരിത്രം ഉൾപ്പുളകമുള്ളതാണ്. അത് വലിയ ഒരു പാരമ്പര്യത്തിൻ്റെ, അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ, അതിൻ്റെ വലിയൊരു ഉൾക്കനത്തിൻ്റെ പ്രഭാപൂരിതമായിട്ടുള്ള വെളിച്ചം പരത്തുന്ന ചരിത്ര പരിസരങ്ങളെയാണ് ഈ അവസരത്തിൽ ഓർക്കുന്നത്. അഭിവന്ദനായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അവർ ഉദ്ഘാടന പ്രസംഗത്തിൽ അനുസ്മരിച്ചതുപോലെ ആ ചരിത്രത്തിൽ കടന്നുപോയിട്ടുള്ള മഹാത്മാക്കൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോവുകയാണ്, നമ്മുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. ഇന്ന് ആദരണീയനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ ശതാബ്ദി സന്ദേശയാത്രക്ക് നേതൃത്വം വഹിച്ചിങ്ങോട്ട് കടന്നു വരുമ്പോൾ ആ 100 വർഷക്കാലത്തെ ചരിത്രത്തിൻ്റെ ഉൾപ്പുളകം തന്നെയാണ് ഈ ചരിത്രം ഓർക്കുന്നവരുടെ എല്ലാം മനസ്സിൽ ഉണർന്നു വരുന്നത്. ആ ചരിത്രം ഓർക്കുന്ന ഇന്നത്തെ ചുറ്റുപാടിന് വളരെ വലിയ പ്രസക്തിയുണ്ട്. നിരവധി ഭീഷണികളും പ്രയാസങ്ങളും നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് ന്യൂനപക്ഷ ജനസമൂഹത്തിനെതിരെ ഉയർന്നിട്ടുള്ള സാഹചര്യമാണ്. അത് തുറന്ന പുസ്തകം പോലെ രാജ്യസ്നേഹികളുടെ മുമ്പിൽ, മതേതരവാദികളുടെ മുമ്പിൽ നിലകൊള്ളുകയാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു ചെല്ലുന്നില്ല. അതിൻ്റെ സമയവുമല്ല, അതിനുള്ള വേദിയുമല്ല. പക്ഷേ സമസ്ത ഏത് കാലത്തും അത്തരം കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുകയും സമുദായ നേതാക്കന്മാരോടൊപ്പം കൈകോർത്ത് പിടിച്ചുകൊണ്ട് ആ മഹത്തായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതാണ് ഈ 100 കൊല്ലക്കാലത്തെ ചരിത്രമെന്ന് നമുക്കെല്ലാവർക്കും പ്രാഥമികമായും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കിത്തങ്ങൾ മുതൽ മഹാനായ പാണക്കാട് പൂക്കോയത്തങ്ങൾ മുതൽ അവരുടെ എല്ലാം ആ രൂപഭാവങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ചരിത്രം, ഈ ചരിത്രത്തിൻ്റെ ധന്യമായിട്ടുള്ള അധ്യായങ്ങളെയാണ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ എത്രയെത്രയോ പണ്ഡിതന്മാർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹാസംഘടനയാകട്ടെ, എന്തൊക്കെ ചരിത്രങ്ങളാണ്. ഈ തിരൂരിൽ നിന്ന് അല്പമകലെ ഈ തിരുനാവായയിൽ ഖുതുബുസ്സമാൻ നഗറിൽ സമസ്തയുടെ ഒരു വലിയ സമ്മേളനം ചേർന്നപ്പോൾ അതിലെ ഒടുക്കത്തെ പ്രസംഗം ചെയ്തത് ഈ വിനീതനായിരുന്നു. എത്രയെത്രയോ ഓർമ്മകൾ എൻ്റെയും മനസ്സിലേക്ക് കടന്നു വരുന്ന സന്ദർഭമാണ് ആദരണീയനായ സയ്യിദ് മുത്തുക്കോയ തങ്ങൾ അവരുടെ ഈ ശതാബ്ദി സന്ദേശയാത്രയുടെ ഇതുപോലുള്ള സ്വീകരണം നൽകപ്പെടുന്ന ഒരു സമ്മേളനം. അങ്ങനെയുള്ള എത്രയെത്രയോ സന്ദർഭങ്ങൾ ചരിത്രം കഴിഞ്ഞു പോയിരിക്കുന്നു. പക്ഷെ ആ കാലഘട്ടമല്ല, തീക്ഷണമായിട്ടുള്ള പുതിയ പ്രയാസങ്ങളുടെ കാലഘട്ടമാണ്. പുതിയ പരിസരങ്ങളാണ്, പുതിയ സാഹചര്യങ്ങളാണ്. വൈരവും വിദ്വേഷവും
വമിച്ചുകൊണ്ട് രാജ്യത്തിലെ ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ അവകാശങ്ങൾ മാത്രമല്ല സംസ്കാരത്തെ തന്നെ നിഷേധിക്കാനും അതിനെ മുച്ചൂടും നിർമ്മാർജ്ജനം ചെയ്യാനുമുള്ള പ്രവർത്തനങ്ങൾ വളരെ കൊണ്ടുപിടിച്ച് നടത്തുന്ന കാലമാണ്. ശരീഅത്തിനെതിരെ മാത്രമല്ല, ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ മാത്രമല്ല, ഇതുവരെ ആരും ധൈര്യപ്പെടാത്ത വിധം വഖഫ് സ്വത്തുക്കളുടെ മേൽ പോലും കൈവച്ചുകൊണ്ട് ഈ കേരളക്കരയിൽ അടുത്ത കാലത്ത് ട്രിബ്യൂണലിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് 1 മാസം നീട്ടിക്കിട്ടാൻ 1-2 തവണയാണ് എന്നെപ്പോലുള്ളവർ, 1-ലേറെ തവണയാണ് പാർലമെന്റിൽ, കേന്ദ്രത്തിൽ, ഡൽഹിയിൽ ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രിയെ കണ്ട് ഒരേ പാർലമെന്റ് സമ്മേളനത്തിന്റെ ഘട്ടത്തിൽ 1-ലേറെ തവണയാണ് അവരെ ചെന്ന് കണ്ട് അത്രയെങ്കിലും അല്പകൊൽപ്പം നിന്ന് നീട്ടിക്കിട്ടാൻ. അങ്ങനെ മുമ്പാരും ധൈര്യപ്പെടാത്ത വിധം ഇന്ത്യയിലെ മതേതരത്വത്തിനെതിരെ, ന്യൂനപക്ഷ സമൂഹത്തിന്റെ ഭരണഘടനാനുസൃതമായിട്ടുള്ള അവകാശങ്ങൾക്കെതിരെ വൻ വെല്ലുവിളികൾ ഒരു ഭാഗത്തുയരുന്നു. കടുത്ത വെറുപ്പ് പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, വിദ്വേഷവും ധ്രുവീകരണവും ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനെ മതേതരത്വം കൊണ്ട് തന്നെയാണ് നാം പ്രതിരോധിക്കുന്നത്. നമ്മുടെ മതേതരത്വമാകട്ടെ അത് മതത്തിന്റെ നിരാസമല്ല. ചിലർക്ക് മതേതരവാദികളാകണമെങ്കിൽ മതത്തെ തള്ളിപ്പറയണം, മതം തന്നെ വേണ്ടെന്ന് പറയണം. മതം വേണ്ടെന്ന് മാത്രമല്ല, മതവിശ്വാസം വേണ്ടെന്ന് മാത്രമല്ല, ദൈവനിഷേധവും കൂടി കൂട്ടിച്ചേർത്താലേ മതേതരത്വമാകൂ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ സമസ്ത എന്നും ഉയർത്തിപ്പിടിച്ചത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള മതേതരത്വവും സമുദായ മൈത്രിയുമാണ്. പണ്ഡിതന്മാരായ നേതാക്കന്മാർ എല്ലാവരും ഏത് കാലത്തും അതുതന്നെയാണ് ഈ സന്ദേശയാത്രയുടെയും സന്ദേശം. മതത്തെ മാറോട് ചേർത്തുകൊണ്ട് തന്നെ ഇന്ന് ഗ്രാമങ്ങളിലേക്ക്, മഹല്ലത്തുകളിലേക്ക് ദൈവനിഷേധം, അരാജകത്വം, അധാർമികത ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. പച്ചക്ക് പുണ്യ റസൂലിനെ ആക്ഷേപിച്ചുകൊണ്ടുള്ള നിരവധി സംഗതികൾ ചിന്തിക്കാൻ കഴിയാത്ത വിധം സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം സോഷ്യൽ മീഡിയയിലൂടെ ഒരു മര്യാദയുമില്ലാതെ എഴുതിയും പ്രചരിപ്പിച്ചും നാട്ടിൽ നിൽക്കുന്ന പരമ്പരാഗതമായ ഇന്ത്യ രാജ്യത്തിന്റെ സൗഹാർദ്ദത്തിന് നിരക്കാത്ത ഗാന്ധി കെട്ടിപ്പടുത്ത, നെഹ്റു കെട്ടിപ്പടുത്ത, ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് കെട്ടിപ്പടുത്ത, അങ്ങനെയുള്ള മഹത്തുക്കൾ കെട്ടിപ്പടുത്ത ഒരു രാജ്യത്ത് സമുദായങ്ങൾക്കിടയിലുള്ള വിദ്വേഷവും വിരോധവും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അവരുടെ മുമ്പിലും വെക്കാനുള്ളത് ഈ സ്നേഹ സന്ദേശ യാത്ര പറയുന്ന പോലെ, സെയ്ദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വെക്കുന്ന സന്ദേശം പോലെ, ഒരിക്കൽ പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തന്റെ ശിഷ്യനായ, തന്റെ സഹാബിയായ അനസിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞ ആ വാക്കാണ്, എന്റെ മോനെ അനസേ. അനസ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകനല്ല, പ്രസിദ്ധനായ സഹാബിയാണ്. പ്രധാനപ്പെട്ട ഒരു വാക്ക്, ഉള്ളഴിഞ്ഞൊരു വാക്ക് പറയാൻ പോകുമ്പോൾ നമ്മൾ ഇന്നും ഏത് നാട്ടിലും ഏത് ഭാഷയിലും ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് എൻ്റെ മോനെ, എൻ്റെ കുട്ടി എന്ന്. എൻ്റെ മോനെ അനസേ, പുലർകാലത്തും ആരോടും വെറുപ്പില്ല, വൈകുന്നേരവും ആരോടും വെറുപ്പില്ല. അങ്ങനെ ഇൻ അസ്ബഹ്ത, നിനക്ക് നേരം പുലരാൻ കഴിയുമോ വെറുപ്പ് കൂടാതെ, വഅംസൈത, നിനക്ക് വൈകുന്നേരമാകാൻ കഴിയുമോ ആരെയും വെറുക്കാതെ, അങ്ങനെ നിനക്ക് കഴിയുമെങ്കിൽ നീ ഓർത്തോ, അതാണ് എൻ്റെ മാർഗം, ദാലിക മിൻ സുന്നതി എന്ന് പഠിപ്പിച്ച പരിശുദ്ധ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ ആ സ്നേഹ സന്ദേശം ഏത് വെറുപ്പ് ഏത് ഭാഗത്ത് നിന്ന് വന്നാലും ആ സ്നേഹം തന്നെയാണ് പരത്തേണ്ടത്, ആ സ്നേഹം തന്നെയാണ് മുറുകെ പിടിക്കേണ്ടത്. ഒരു റമദാൻ കൂടി വരാൻ പോവുകയാണ്. ഞാൻ വളരെ വാക്കുകൾ ചുരുക്കുകയാണ്. റമദാൻ വരുമ്പോൾ മാസം കാണാൻ പടിഞ്ഞാറേ ചക്രവാളത്തിലേക്ക് പോയി മാസം ഉദിച്ചോ എന്ന് നോക്കിയിരുന്ന ഒരു നേതാവുണ്ടായിരുന്നു ഇന്ത്യയിൽ. ആ നേതാവിൻ്റെ പേര് പോലും ഇന്ന് വെട്ടാൻ ധൈര്യപ്പെടുന്ന കാലമാണ്. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അംഗങ്ങൾ പുറത്തിറങ്ങിയിട്ട് പ്രതിഷേധിച്ചത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു സ്കീമിന്റെ, ഒരു നിയമത്തിന്റെ തലവാചകത്തിൽ നിന്ന് ആ വലിയ മനുഷ്യന്റെ പേര് വെട്ടിക്കളഞ്ഞതാണ്. ആ വലിയ മനുഷ്യന്റെ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. റമദാന്റെ പെറയുദിച്ചോ എന്ന് നോക്കാൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ കണ്ണു നട്ടിരുന്ന ആ ഗാന്ധിയും മതവിശ്വാസിയായിരുന്നു. അതുകൊണ്ട് മതേതരത്വം മതനിരാസമല്ല എന്ന് വീണ്ടും വീണ്ടും ഞങ്ങൾ ഊന്നിപ്പറയുന്നു. ഗാന്ധി ഉറച്ച മതവിശ്വാസിയായിരുന്നു.
ഉറച്ച മതേതരവാദിയായിരുന്നു, ഉറച്ച മുസ്ലിം സ്നേഹി എന്നുകൂടി പറഞ്ഞാൽ അതിശയോക്തിയില്ലാത്ത വിധം അവർ കെട്ടിപ്പടുത്ത രാജ്യമാണ് ഈ രാജ്യം. അവിടെ മതേതരത്വത്തിന്റെ പുതിയ കൂട്ടായ്മകൾ ഉണ്ടാകണം, അതിന് ശക്തമായി നിലകൊള്ളണം. അതാണ് പഴയ കാലത്തും നാം പുലർത്തിയ മാർഗം. അതാണ് സമസ്തയുടെ പണ്ഡിതന്മാർ ഏത് കാലത്തും അവർ മതരംഗത്തും ദീനീ രംഗത്തും ഇൽമി രംഗത്തും പ്രവർത്തിച്ചപ്പോഴും ഈ രംഗം അവർ വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കുകയും അതിലൂടെ അവർ ചരിക്കുകയും ചെയ്യുകയുണ്ടായി. അതാണ് ശരീഅത്ത് സംരക്ഷണ കാലത്ത് സമസ്ത കൂടി പങ്കെടുത്ത, സമസ്ത നേതൃരംഗത്ത് തന്നെ വളരെ കാര്യമാത്ര പ്രസക്തമായ പങ്ക് വഹിച്ച ആ വലിയ ഒരു മുന്നേറ്റത്തിന് ഈ നാട് സാക്ഷ്യം വഹിക്കുകയുണ്ടായത്. അന്ന് മഹാനായ ശംസുൽ ഉലമയോടൊപ്പം നാടൊട്ടുക്കും സഞ്ചരിച്ചവരിൽപ്പെട്ട ഒരു എളിയവനാണ് ഞാൻ. ഒരിക്കൽ വില്യാപ്പള്ളിയിൽ ഒരു യോഗം നടക്കുകയാണ്. ആ യോഗം വലിയൊരു സമ്മേളനമാണ്, ശരീഅത്തിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. ശംസുൽ ഉലമ പ്രസംഗിച്ച് വേദിയിൽ മൈക്കിന്റെ മുമ്പിൽ പോയി തന്റെ ഇരിപ്പിടത്തിൽ ഇരുന്നു. അടുത്തത് സംസാരിക്കാൻ വിളിച്ചത് എന്നെയാണ്. ആ സംസാരത്തിനിടയിൽ എൻ്റെ തോളിൽ ആരോ തട്ടുന്ന പോലെ എനിക്ക് തോന്നി, ഒരു കൈ ഇങ്ങനെ സ്പർശിക്കുന്ന പോലെ. അങ്ങനെ ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ സംസാരിക്കുമ്പോൾ. തിരിഞ്ഞു നോക്കുമ്പോൾ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന മഹാനായ അഭിവന്ദനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ റഹിമഹുല്ലാ അവരെഴുന്നേറ്റ് വന്ന് എൻ്റെ തോളിൽ തട്ടുകയാണ്. എനിക്കിത് കേട്ടപ്പോൾ കുറച്ചുകൂടി പറയണമെന്ന് തോന്നി. സമദാനിയുടെ പ്രസംഗത്തിനിടയിൽ ഇടപെട്ടുകൊണ്ട് അല്പം കൂടി ഞാൻ സംസാരിച്ചോട്ടെ. ഞാൻ പോയിരിക്കുന്നു, 20 മിനിറ്റ് സംസാരിക്കുന്നു. ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി ഭരണഘടനയുടെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത ശംസുൽ ഉലമ ഞാൻ എൻ്റെ ജീവിതത്തിൽ രോമാഞ്ചത്തോടെ ഓർക്കുന്ന പ്രസംഗവേദികളുടെ ഓർമ്മകളിൽപ്പെട്ട, ഒരുപക്ഷെ നാളെ എൻ്റെ പ്രസംഗാനുഭവങ്ങൾ എവിടെയെങ്കിലും കുറിച്ചു വെക്കാൻ ഒരിട ഉണ്ടായാൽ ഞാൻ എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന സംഭവങ്ങളിൽപ്പെട്ട ഉജ്ജ്വലമായ കാര്യമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇതെല്ലാം നമ്മോട് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നിച്ച് നിൽക്കുവിൻ, ഐക്യപ്പെടുവിൻ, മഹത്തായ കാര്യങ്ങൾക്ക് വേണ്ടി അണിചേരുവിൻ. നാം കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞ ഈ കാലത്ത് ആ മഹത്തായ മാർഗത്തിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഈ ലോകത്ത് കൂടുതൽ നന്മകൾ സൃഷ്ടിക്കാൻ, ഗ്രാമങ്ങളിലേക്ക് അരച്ച് കയറുന്ന, വിവാഹം പോലും വേണ്ടെന്ന് പറയുന്ന, മാരേജ് വേണ്ട, ഒന്നിച്ച് ജീവിച്ചാ മതി, ഭാര്യയും ഭർത്താവുമില്ല, ആൺ സുഹൃത്തും പെൺ സുഹൃത്തുമേ ഉള്ളൂ, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ ഗ്രാമങ്ങളെ, മഹല്ലുകളെ, രാജ്യത്തെ, ഇന്ത്യ എന്ന ഒരു മഹത്തായ ധാർമ്മിക പാരമ്പര്യമുള്ള രാജ്യത്തെ പോലും കൊണ്ടുവരാൻ ശ്രമിക്കുന്ന മൂല്യനിഷേധികളെ, അതുപോലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരെ തിരിച്ചറിയാൻ കൂടി സാധിക്കുന്ന ശക്തമായ ആദർശബോധം മുമ്പ് സമസ്ത കെട്ടിപ്പടുത്ത, ഇപ്പോഴും സമസ്ത കെട്ടിപ്പടുത്ത് സംരക്ഷിക്കുന്ന, അതിൻ്റെ തന്നെ സംരക്ഷണത്തിന് വേണ്ടിയാണ് 100 കൊല്ലം കഴിയുമ്പോൾ ആദരണീയനായ അതിൻ്റെ പ്രസിഡന്റ് സയ്യിദ് തങ്ങളവർകൾ, ജിഫ്രി തങ്ങളവർകൾ ഇവിടെ ഈ മഹത്തായ സന്ദേശവുമായി വന്നിട്ടുള്ളത്. അതിന് സ്വാഗതമോദിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ജനപ്രതിനിധികൾ വരുമ്പോൾ കൂടുതൽ രാജ്യത്തൊരുപാട് നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുമ്പോഴും എല്ലാ കാര്യത്തിലും നമുക്ക് ഓർക്കാനുള്ളത് സാമൂഹികമായ നന്മ തന്നെയാണ്. സയ്യിദുന്നാസി ഖാദിമുഹും എന്ന് പഠിപ്പിച്ച പുണ്യ റസൂലിന്റെ വാക്കുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് സേവനം ചെയ്യേണ്ടവരാണെന്ന് മാത്രമല്ല അവരുടെ സെർവന്റ് ആണെന്നാണ് പുണ്യനബി പഠിപ്പിച്ചത്. ഞാനതിവിടെ ഓർക്കാൻ കാരണം അത് ജനാധിപത്യം തന്നെയാണത്. 1500 കൊല്ലം മുമ്പ് പറഞ്ഞ ആ വാക്കിൽ ഡെമോക്രസി ഉണ്ട്. അതുകൊണ്ട് സാമൂഹിക വീക്ഷണവും സാംസ്കാരിക വീക്ഷണവും എല്ലാം തന്നെ ഈ പരിശുദ്ധ റസൂലിന്റെ അധ്യാപനങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹത്തായ മാർഗമാണ് സമസ്ത കാട്ടിയ മാർഗം, സമസ്ത കാട്ടുന്ന മാർഗം. ആ സന്ദേശവുമായി ഇങ്ങോട്ട് കടന്നു വന്ന അഭിവന്ദനായ ആദരണീയനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവർക്ക് സ്വാഗതമോദിക്കൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. നിങ്ങൾക്കൊക്കെ വേറെ പണി നോക്കിക്കൂടാ ചങ്ങായിമാരെ. ആദ്യം ഞങ്ങളെ നിലപാടും അതവൊക്കെ ഒന്ന് തീർപ്പലാക്കി എന്നിട്ട് മതി ഞങ്ങളടുത്തേക്ക് വരല്. ആയതുകൊണ്ട് നിങ്ങൾക്കിപ്പോ ബേജാർ ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. ഇവിടെ വലിയ വലിയ രാജ്യത്തിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളും മറ്റൊക്കെ ഞങ്ങളെ മശായിഖന്മാരെ
സാന്നിധ്യത്തിലെത്തലും അവരുമായി കാര്യം ചർച്ച ചെയ്യലും അതൊക്കെ കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത വിമ്മിഷ്ടം, വല്ലാത്ത അസ്വസ്ഥത, വലിയ അസഹിഷ്ണുത, നിങ്ങളുടെ അകത്തളങ്ങളിൽ വല്ലാത്ത നിങ്ങളുടെ കൊട്ടക്കൊത്തളങ്ങളെ വിറപ്പിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഇല്ല, ഇത് ആരംഭിച്ചിട്ടേ ഉള്ളൂ. നിങ്ങൾ ഒന്നിനും കഴിയാത്ത വാപ്പ, ഒന്നിനും കഴിയാത്ത വാപ്പയായി കൈയും കാലും ഒടിഞ്ഞ് വികലാംഗരായി കിടപ്പിലായിട്ടുണ്ട്. അവിടെ വിശ്രമിക്കുക. പണി ആൺകുട്ടികൾ ഇവിടെ നടത്തും.